Hello everyone, welcome to Computer Science Hub. Today's topic, bus interconnection. And we are discussing the topics based on the syllabus of Computer Engineering Diploma. Course code is 3131, subject is Computer Architecture. For first module, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് the von Neumann architecture, computer components, then instruction cycles, ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ടോപ്പിക് ഇൻ്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ്, അതിൽ തന്നെ ബസ് ഇൻ്റർകണക്ഷൻ ആണ്. ആൻഡ് ബസ് ഇൻ്റർകണക്ഷനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പോയിന്റ്സും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സ്റ്റാർട്ടിങ് വിത്ത് ഇൻ്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ നമുക്ക് ജനറലി നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളക്ഷൻ ഓഫ് മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ മെയിനായിട്ട് 3 മൊഡ്യൂൾസാണ് കമ്പ്യൂട്ടറിന് വരുന്നത്. പ്രോസസ്സർ ഉണ്ടല്ലോ, പ്രോസസ്സർ, മെമ്മറി, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഈ 3 മൊഡ്യൂളിൻ്റെ ഒരു കളക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് അതുപോലെ തന്നെ ഈ 3 മൊഡ്യൂളിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ എന്തായാലും വേണ്ടി വരും അല്ലേ. പ്രോസസ്സർ മെമ്മറി ആയിട്ടും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് മെമ്മറി ആയിട്ടും, അങ്ങനെ എല്ലാവരും പ്രോസസ്സറായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. So in effect, a computer is a network of basic modules. Thus, there must be paths for connecting the modules. അപ്പോൾ ഈ മൊഡ്യൂൾസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പാത്ത് വേണം. അങ്ങനെയുള്ള ആ പാത്തിനെയാണ് നമ്മൾ ഇൻ്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. The collection of paths connecting the various modules is called the interconnection structures. Okay? Collection of paths connecting the various modules is called the interconnection structures. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മെയിനായിട്ട് 3 മൊഡ്യൂളാണ് വരിക. പ്രോസസ്സറും മെമ്മറിയും IOയും ഇൻപുട്ട് ഔട്ട്പുട്ടും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ മസ്റ്റ് ബി പാത്ത് വേസ്. ഈ പാത്ത് വേസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഇൻ്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻ്റർകണക്ഷൻ സ്ട്രക്ചർ മസ്റ്റ് സപ്പോർട്ട് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് 1, 2, 3, 4, 5 ടൈപ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മെമ്മറി ടു പ്രോസസ്സർ. അപ്പോൾ മെമ്മറി ടു പ്രോസസ്സർ എന്നുള്ള ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മെമ്മറിയിലുള്ള ഒരു കണ്ടന്റ് പ്രോസസ്സറിലേക്ക് പോകണം. വിച്ച് മീൻസ് ദ പ്രോസസ്സർ റീഡ്സ് ആൻ ഇൻസ്ട്രക്ഷൻ ഓർ എ യൂണിറ്റ് ഓഫ് ഡാറ്റ ഫ്രം മെമ്മറി. റീഡിംഗ് ആണ്, പ്രോസസ്സർ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നു. അടുത്തത് എന്താ, പ്രോസസ്സർ ടു മെമ്മറി, അതായത് പ്രോസസ്സറിലുള്ള കണ്ടന്റ് മെമ്മറിയിലേക്ക് പോകണം. വിച്ച് മീൻസ് ഇറ്റ്സ് എ റൈറ്റ് ഓപ്പറേഷൻ. The processor writes a unit of data into memory. അടുത്തത് എന്താ, IO to processor, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് പ്രോസസ്സറിലേക്ക് പോകണു. അതായത് പ്രോസസ്സർ റീഡ് ചെയ്യാണ് ഡാറ്റ ഫ്രം IO ഡിവൈസസ്. അടുത്തത് എന്താ, പ്രോസസ്സർ ടു IO. അപ്പോൾ എന്താണ്, നമ്മൾ പ്രോസസ്സറിൽ നിന്നുള്ളൊരു ഡാറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട്, ഓഫ് കോഴ്സ് അത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ആയിരിക്കും അല്ലേ, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ അടുത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് പ്രോസസ്സർ ഇല്ലാണ്ട് IO ടു ഓർ ഫ്രം മെമ്മറി. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും മെമ്മറിയും തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഫോർ ദീസ് 2 കേസസ് an IO module is allowed to exchange data directly with memory without going through the processor. അപ്പോൾ ഈ CPU പ്രോസസ്സറിന് അടുക്കിൽ നിൽക്കാണ്ട് ഡയറക്റ്റ് ആയിട്ട് IO modules ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുന്നതിനെയാണ് IO to or from memory എന്നുള്ള ഈ ടൈപ്പിൽ വരുന്നത്. ആൻഡ് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് DMA എന്ന് പറയും, ഡയറക്റ്റ് മെമ്മറി ട്രാൻസ്ഫർ. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. സോ DMA ട്രാൻസ്ഫർ ഇതിനൊരു എക്സാമ്പിൾ ആണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് എൻ ഇൻ്റർകണക്ഷൻ സ്ട്രക്ചർ. ഇൻ്റർകണക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആണ്. സോ ദർ ഷുഡ് ബി pathways ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ദിസ് കളക്ഷൻ ഓഫ് ദിസ് pathways ആർ നോൺ ആസ് ദ ഇൻ്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ്. ദ കളക്ഷൻ ഓഫ് paths connecting the various modules is called interconnection structures, and these are the interconnection structures support the following types of transfers. ഇനി തന്നെ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഇൻ്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ്. അപ്പോൾ 2 എണ്ണമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ ബസ് ആൻഡ് വാരിയസ് മൾട്ടിപ്പിൾ ബസ് സ്ട്രക്ചേഴ്സ്. സെക്കൻഡ് വൺ ഇസ് ദ പോയിന്റ് ടു പോയിന്റ് ഇന്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ് വിത്ത് പാക്കറ്റൈസ്ഡ് ഡാറ്റ ട്രാൻസ്ഫർ. അപ്പോൾ നമ്മളിപ്പം
ശ്രദ്ധിക്കാൻ പോകുന്നത് ഇതാണ്, ഈ ഒരു ബസ്സിനെ പറ്റി മാത്രമാണ് കേട്ടോ. സെക്കൻഡ് തിങ് നമ്മളിപ്പോഴത്തെ വീഡിയോയിൽ നോക്കുന്നില്ല. സോ നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് എ ബസ്, വാട്ട് ഈസ് ഇറ്റ് സ്ട്രക്ചർ, വാട്ട് ആർ ദ ടൈപ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ദ ബസ് ഇന്റർ കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ബസ് ഇന്റർ കണക്ഷനെ പറ്റി മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ബസ്? ബസ് എന്താ? ബസ് ശരിക്കും നമ്മളുടെ ബസ് എന്താ? കുറേ ആൾക്കാരല്ലേ, ഒരു എന്താ പറയുക, മീഡിയം തന്നെയല്ലേ, നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു മീഡിയമാണ്. ആ മീഡിയത്തിൽ കുറേ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡാറ്റാസിന് ട്രാവൽ ചെയ്യാനുള്ളൊരു മീഡിയമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കമ്പ്യൂട്ടറിൻ്റെ ബസ്. എ ബസ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ പാത്വേ കണക്റ്റിംഗ് 2 or more ഡിവൈസസ്. ഓക്കെ, അപ്പോൾ 2 ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതല്ലെങ്കിൽ 2ൽ കൂടുതൽ ഡിവൈസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേ ആണ് ബസ്. ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഇസ് എ ഷെയർഡ് ട്രാൻസ്മിഷൻ മീഡിയം. ഇപ്പോൾ ഷെയർഡ് ആണ്, അതായത് എല്ലാവർക്കും ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബസ്സിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരാൾക്ക്, അതായത് പേഴ്സണൽ മെസ്സേജിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയല്ലത്, നമ്മൾ ഗ്രൂപ്പ് ഇല്ലേ അതുപോലെയാണ്. അതായത് ബസ്സിൽ ഒരാൾക്ക് ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഡാറ്റ അവൈലബിൾ ആയിരിക്കും. എത്ര ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടോ ആ എല്ലാ ഡിവൈസിനും, നമ്മളിതിന് മുന്നേ അടുത്തൊരു രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞില്ലേ, പോയിന്റ് ടു പോയിന്റ്, P2P എന്ന് പറയുന്നത്. നമ്മളിപ്പം വാട്സപ്പ് എല്ലാം എടുക്കുമ്പോഴും അങ്ങനെ നമുക്ക് ചിലപ്പോൾ കാണാറുണ്ട് അല്ലേ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ട്, ദെൻ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്, P2P കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ആ 2 ഡിവൈസസ് തമ്മിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. പക്ഷെ ബസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇറ്റ്സ് എ ഷെയർഡ് ട്രാൻസ്മിഷൻ മീഡിയം. മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ടു ദ ബസ് and a signal transmitted by any one device is available for reception by all other devices attached to the bus. Okay, അപ്പോൾ ബസ്സിലേക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഏതെങ്കിലും ഒരു ഡിവൈസ് സെൻഡ് ചെയ്യുന്ന സിഗ്നൽ എല്ലാ ഡിവൈസസിനും, ബാക്കിയുള്ള എല്ലാ ഡിവൈസസിനും അവൈലബിൾ ആയിരിക്കും. ബസ്സിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസിനും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സെയിം ടൈം 2 ഡിവൈസ് ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരേ റൂട്ടിൽ 2 പേര് വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ കൂട്ടിമുട്ടും, വിച്ച് മീൻസ് ദ സിഗ്നൽസ് വിൽ ഓവർലാപ്പ് ആൻഡ് ബിക്കം ഗാർബിൾഡ്. അപ്പോൾ ആ സിഗ്നൽ ലോസ് ആയി പോകും. അപ്പോൾ ഒരേ സമയം നമ്മളുടെ റൂട്ടിലുണ്ടല്ലോ, ഒരു റൂട്ടിൽ സെയിം ഒരു സമയത്ത് ഒരൊറ്റ ബസ്, ഐ മീൻ ഒരൊറ്റ സിഗ്നൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, മോർ ദാൻ 1 സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അവർ കൊളാപ്സ് ആയി പോകും. അപ്പോൾ അത് ബസ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണല്ലേ, അതായത് അറ്റ് എ ടൈം ഒരു സിഗ്നൽ മാത്രമേ അതിൽ കൂടെ പോവുള്ളൂ കേട്ടോ. Thus only one device at a time can successfully transmit. ഇപ്പോൾ ഒരു ബസ് എന്ന് പറയുന്നത് കുറേ ഡിവൈസിനെ കണക്ട് ചെയ്യുന്നു, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ അറ്റ് എ ടൈമിൽ ഒരു ഡിവൈസിന് മാത്രമാണ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അറ്റ് എ ടൈം എ സിംഗിൾ ബിറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ത്രൂ എ സിംഗിൾ ബസ് ലൈൻ. ഓക്കെ, ഒരു ഒറ്റ ബസ് ലൈനിൽ കൂടെ സിംഗിൾ ബിറ്റ് മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് പറയാന്ന് വെച്ചാൽ 8 ബിറ്റ് ഡാറ്റയൊക്കെ സെൻഡ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് 8 ബസ് ലൈൻസ് വേണം. ഓക്കെ, നമ്മളിപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ആണ്, ഒരു ഡിവൈസ് അടുത്ത ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അങ്ങനെ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഒരു ബൈറ്റ് ആണ്, അതായത് 8 ബിറ്റ് ഉണ്ട് ഡാറ്റ എന്ന് വിചാരിക്കാം. 8 ബിറ്റുള്ള ഡാറ്റ ഒരു ബസ്സിൽ കൂടെ പോകണമെങ്കിൽ എങ്ങനെ വേണം? നമുക്ക് ബസ് എന്ന് പറയുന്നത് കുറേ കളക്ഷൻ ഓഫ് ലൈൻസ് ആണെന്ന് പറഞ്ഞല്ലോ, കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് 8 കമ്മ്യൂണിക്കേഷൻ പാത്വേ കിട്ടണം. അപ്പോൾ ഒരു ലൈനിൽ കൂടെ ഒരു ബിറ്റ് അടുത്തേക്ക് കൂടെ എത്തിയിട്ട് അങ്ങനെ 8 ലൈനിൽ കൂടെ ആയിട്ടാണ് 8 ബിറ്റ് പോവുക. 64 ബിറ്റ് പോകണമെങ്കിൽ 64 ലൈൻ വേണം, 128 പോകണമെങ്കിൽ 128 ലൈൻസ് വേണം. അങ്ങനെ അറ്റ് എ ടൈം ഒരു ബസ് ലൈനിൽ കൂടെ ഒരു ബിറ്റ് മാത്രമേ പോകുള്ളൂ കേട്ടോ. ഇനി നമ്മൾ കമ്പ്യൂട്ടർ കമ്പോണൻസിനെ, മേജർ കമ്പ്യൂട്ടർ കമ്പോണൻസിനെ എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ബസ് ഉണ്ട്. ആ ബസ്സിനെ പറയുന്ന പേരാണ് സിസ്റ്റം ബസ്. അപ്പോൾ ഈ മേജർ കമ്പ്യൂട്ടർ കമ്പോണൻസ് എന്തൊക്കെയാണ്? പ്രോസസ്സർ, മെമ്മറി ആൻഡ് IO. ഓക്കെ, സോ ഇതാണ് ബസ്സിൻ്റെ ബസ് ഇന്റർ കണക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ബസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേ കണക്റ്റിംഗ് 2 or more ഡിവൈസസ് എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് മെയിൻ ക്യാരക്ടറിസ്റ്റിക് മീൻസ് ഇറ്റ്സ് എ ഷെയർഡ് ട്രാൻസ്മിഷൻ മീഡിയം. അപ്പോൾ ഒരാൾ അയക്കുന്ന കാര്യം എല്ലാവർക്കും കാണാം. അതുപോലെ എന്താ, അറ്റ് എ ടൈം ബസ്സിനകത്ത് ഒരാൾക്ക് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. 2 പേര് ഒരുമിച്ച് അയച്ചു കഴിഞ്ഞാൽ എന്താവും? കൂട്ടിമുട്ടും അല്ലേ, ഓവർലാപ്പ് ആവും, കൊളാപ്സ് ആയി പോകും സിഗ്നൽസ്. അപ്പോൾ നമുക്കൊരു 8 ബിറ്റ് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 8 ബസ് ലൈൻസ് വേണം. അതുപോലെ മേജർ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബസ്സാണ് സിസ്റ്റം ബസ്. ബസ് ദാറ്റ് കണക്ട്സ് മേജർ കമ്പ്യൂട്ടർ കമ്പോണൻസ് ഇസ് നോൺ ആസ് എ സിസ്റ്റം ബസ്.
അടുത്തത് ബസ് സ്ട്രക്ചർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ബസ് എന്താന്ന് പറഞ്ഞു, ഇനി അടുത്തത് ബസ്സിൻ്റെ സ്ട്രക്ചർ എന്താന്ന്. ഇവിടെ ഈ കാണുന്നതാണ് സ്ട്രക്ചർ കേട്ടോ. ബസ് എന്ന് പറയുന്നത് കുറേ മൊഡ്യൂൾസിനെ കണക്ട് ചെയ്യാം അല്ലേ. CPU ഉണ്ട്. അപ്പോൾ ഇവിടെ മൊഡ്യൂൾസ്, മേജർ മൊഡ്യൂൾസ് എന്തൊക്കെയാണ്? CPU ഉണ്ട്, കുറച്ച് മെമ്മറീനെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആക്കിയിട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ മൊഡ്യൂൾസിനെയും കണക്ട് ചെയ്യുന്നവരാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കണക്ട് ചെയ്യുന്നവരാണ് ബസ്. A system bus consists typically of from about 50 to hundreds of separate lines. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ലൈൻസ് ഉണ്ടായിരിക്കും. ബസ് എന്ന് പറയുന്നത് കുറേ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണെന്ന്. അപ്പോൾ സിസ്റ്റം ബസ്സിൻ്റെ അകത്ത് ഒരു 50 to 100 ലൈൻസ് ഒക്കെ, സെപ്പറേറ്റ് ലൈൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈച്ച് ലൈൻ ഇസ് അസൈൻഡ് എ പെർട്ടിക്കുലർ മീനിങ് ഓർ ഫംഗ്ഷൻ. അപ്പോൾ ഓരോ ലൈനിനും ഓരോ മീനിങ്ങും ഫംഗ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 100 അതിൽ മേലെ ലൈൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഈ ലൈൻസിനെയൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ഇറ്റ്സ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ഏതൊക്കെയാ അത്? ഡാറ്റ, അഡ്രസ് ആൻഡ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ബസ്സിൻ്റെ സ്ട്രക്ചറിൽ പറയാനുള്ളത്, ബസ്സിൻ്റെ ലൈൻസിനെ നമ്മൾ മെയിനായിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡാറ്റ ലൈൻസും അഡ്രസ് ലൈൻസും ആൻഡ് കൺട്രോൾ ലൈൻസും നമുക്കിവിടെ കാണാം അല്ലേ. ഇതിപ്പോൾ ഓരോ ലൈൻസ്, ഇതിൻ്റെ ഉള്ളിലും കുറേ ലൈൻസ് ഉണ്ടായിരിക്കും. ഡാറ്റേൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു 8ഓ 64ഓ 128ഓ എത്രയാണെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ അഡ്രസ്സിനും കൺട്രോളിനും അങ്ങനെ തന്നെ. അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിലും കുറേ നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയാണ് 3 കാറ്റഗറി വരുന്നത്. ഈ ഡാറ്റ ലൈൻസിനെ എല്ലാം കൂടി കാണുന്ന ഈ ഒരു പച്ച കളറിലുള്ളതിനെ നമുക്ക് ഡാറ്റ ബസ് എന്ന് പറയാം. ആൻഡ് ദിസ് ബ്ലൂ കളർ ബസ് ഇസ് നോൺ ആസ്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ലൈൻസ്, അഡ്രസ് ലൈൻസ് ആർ നോൺ ആസ് അഡ്രസ് ബസ്. ആൻഡ് ദി റെഡ് കളർ കളക്ഷൻ ഓഫ് കൺട്രോൾ ലൈൻസ് ആർ നോൺ ആസ് കൺട്രോൾ ബസ്. ഓക്കെ, ഇനി ഓരോ ബസ്സും ഇൻ അഡീഷൻ, ഓക്കെ, ഇത് 3 കൂടാണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ലൈൻസ് പറഞ്ഞ് പവർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ഉണ്ടായിരിക്കും. ഈ മൊഡ്യൂളുകൾക്ക് ഉണ്ടല്ലോ, ഈ മൊഡ്യൂളുകൾക്ക് അറ്റാച്ച്ഡ് മൊഡ്യൂളുകൾക്ക് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസും ഇതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഡാറ്റാ ബസ് എന്താണ്? ഡാറ്റാ ബസ് എന്താണെന്നാണ് പറഞ്ഞത്? അതായത് 2 ഡിവൈസസ് തമ്മിൽ, അല്ലെങ്കിൽ 2 മൊഡ്യൂൾസ് തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡാറ്റാ ബസ്. അപ്പോൾ ഈ ഡാറ്റാ ബസ്സിന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ 8 ആണോ 32 ആയിക്കോട്ടെ, 64, 128 or even more separate lines. The number of lines being referred to as the width of the database. ഓക്കെ, അതും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഈ ഡാറ്റാബേസിന് എത്ര ലൈൻസ് വേണമെങ്കിലും ആവാം. 32ഓ 64ഓ 128ഓ എത്ര വേണമെങ്കിലും ആവാം. എത്ര ലൈൻസ് ഉണ്ടോ അതിനെ നമ്മൾ പറയുന്ന പേരാണ്, നമ്പർ ഓഫ് ലൈൻസ് ആണ് ഡാറ്റാബേസിൻ്റെ വിഡ്ത്ത് ആയിട്ട് പറയാം. ഓക്കെ, ദ നമ്പർ ഓഫ് ലൈൻസ് ഇസ് റെഫേർഡ് ടു ആസ് ദ വിഡ്ത്ത് ഓഫ് ദ ഡാറ്റാബേസ്. ഇനി because each line can carry only 1 bit at a time, the number of lines, each line carry 1 bit at a time, the number of lines determines how many bits can be transferred at a time. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു 32ഓ 64ഓ 128ഓ ഒക്കെ ലൈൻ ഉണ്ടായിരിക്കാം. എത്ര ലൈൻ ഉണ്ട് എന്ന് determine ചെയ്യുന്നത് എത്രയാ? How many bits can be transferred at a time. Okay, the number of lines determines how many bits can be transferred at a time. അപ്പോൾ 32 ബിറ്റ്സ് ലൈനാണ് ലൈൻ ചെയ്യുന്നത്, എന്തുണ്ടാവും? 32 ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. 64 ലൈൻ ആണെന്ന് വെച്ചാൽ 64 ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ അപ്പോൾ നമ്മളുടെ പെർഫോമൻസിൻ്റെ ഒരു കീ ഫാക്ടർ ആണ് ഈ വിഡ്ത്ത് ഓഫ് ഡാറ്റാ ബസ്. നമുക്ക് എത്രയും കൂടുതൽ ഡാറ്റ ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നോ അത്രയും സ്പീഡ് കൂടും അല്ലേ, പെർഫോമൻസ് കൂടും. അപ്പോൾ ദ വിഡ്ത്ത് ഓഫ് ദ ഡാറ്റാ ബസ് ഇസ് എ കീ ഫാക്ടർ ഇൻ ഡിറ്റർമിനിങ് ദ ഓവറോൾ സിസ്റ്റം പെർഫോമൻസ്. ഓക്കെ, വിഡ്ത്ത് ഓഫ് ദ ഡാറ്റാ ബസ് കീ ഫാക്ടർ ആണ് ഇൻ ഡിറ്റർമിനിങ് ദ ഓവറോൾ സിസ്റ്റം പെർഫോമൻസ്. ഡാറ്റാ ബസ് പറഞ്ഞു. അഡ്രസ് ബസ് എന്തായിരിക്കും? അഡ്രസ് ബസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യണം. ആ ഡാറ്റയുടെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാനുള്ള സ്ഥലമാണ് അഡ്രസ് ബസ്. അഡ്രസ് ലൈൻസ് ആർ യൂസ് ടു ഡെസിഗ്നേറ്റ് ദ സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഓഫ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റാ ബസ്. ഓക്കെ, അതായത് ഡാറ്റാ ബസ്സിലേക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഏതിലേക്കാണ് ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത്, അവരുടെ ലൊക്കേഷൻ കൊടുക്കാനുള്ള, അഡ്രസ്സ് കൊടുക്കാനുള്ള സ്ഥലമാണ് അഡ്രസ് ലൈൻസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. അതായത് പ്രോസസർ വിഷസ് ടു റീഡ് എ വേർഡ് ഓഫ് ഡാറ്റ ഫ്രം മെമ്മറി. ഇറ്റ് പുട്സ് ദ അഡ്രസ് ഓഫ് ദ ഡിസൈഡ് വേർഡ് ഓൺ ദ അഡ്രസ് ലൈൻ. ക്ലിയർ ആണോ? പ്രോസസ്സറിന് മെമ്മറിയിൽ നിന്ന് ഒരു വേർഡ് റീഡ് ചെയ്യണം. ആ വേർഡ് എത്ര സൈസ് ആയിക്കോട്ടെ, ആ വേർഡ് റീഡ് ചെയ്യണമെങ്കിൽ
ആദ്യം എന്ത് വേണം? ആ ലൊക്കേഷൻ്റെ പെർട്ടിക്കുലർ ലൊക്കേഷൻ്റെ അഡ്രസ്സ് നമ്മളുടെ അഡ്രസ് ബസ്സിൻ്റെ അകത്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് പ്രോസസ്സർ അതിനെ ആ പെർട്ടിക്കുലർ അഡ്രസ്സിൽ പോയി റീഡ് ചെയ്ത് അതിനെ ഡാറ്റാബേസിൽ കൊണ്ടുവയ്ക്കും. ക്ലിയർലി. അപ്പം ഈ ഡാറ്റാബേസിൻ്റെ വിഡ്ത്ത് നമുക്ക് എത്ര ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്രസ് ബസ്സിൻ്റെ വിഡ്ത്ത് എന്ത് പറയും? അതായത് മാക്സിമം പോസിബിൾ മെമ്മറി കപ്പാസിറ്റി ആണ് അഡ്രസ് ബസ്സിൻ്റെ ബിറ്റ് പറയാം. ഇപ്പം നമുക്ക് 12 ബിറ്റാണ് അഡ്രസ്സ് എന്ന് വിചാരിക്കാം. ഒരു അഡ്രസ്സ്, ഒരു പെർട്ടിക്കുലർ മെമ്മറി അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ 12 ബിറ്റ് വേണം. അങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്രസ് ബിറ്റിൽ 12 ലൈൻസ് വേണം. 12 ലൈൻസ് ഉണ്ടെങ്കിലാണ് 12 ബിറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 12 ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര മെമ്മറി ലൊക്കേഷൻസ് കൊണ്ടുപോകാൻ പറ്റും എന്നറിയോ? എത്ര മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നറിയോ? 2^12. 2^n ആണ് മീനിങ്. അതായത് നമുക്കിപ്പോൾ 8 മെമ്മറി ലൊക്കേഷൻ ആണ് ഉണ്ടെന്ന് വിചാരിക്കുക. 8 മെമ്മറി ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് 8 മെമ്മറി ലൊക്കേഷൻ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? വെയിറ്റ്, ഓക്കെ. അതായത് ആകെപ്പാടെ നമ്മളുടെ മെമ്മറി കപ്പാസിറ്റി 8 ആണ്. ഈ 8 മെമ്മറി കപ്പാസിറ്റി ഉള്ള ഇപ്പം ഇങ്ങനെ നമുക്ക് ഇത്രയും 8 ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ 8 ലൊക്കേഷൻസ്, ഓരോ ലൊക്കേഷനും ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അഡ്രസ്സ് 3 ബിറ്റ് 2^n എന്നുള്ള കണക്കിലാണ് വരിക. അപ്പോൾ 2 എത്രയാണ് 8? 2^3. സോ 3 ബിറ്റ് ആയിരിക്കും ഈ മെമ്മറി ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സിൻ്റെ ബിറ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് അറിയത്തില്ലേ? 8ൻ്റെ കോമ്പിനേഷൻസ് എങ്ങനെയാണ് കിട്ടുക? 0 എന്ന് കാണിക്കാൻ 0 0 0. ഇവിടെ തൊട്ട് ലാസ്റ്റ് 7 വരും അല്ലേ? 1 1 1. അപ്പോൾ 0 to 7 ഇത്രയും കോമ്പിനേഷനാണ് 8ൽ നമുക്ക് കിട്ടുക. 0 0 0, 0 0 1, 1 1 0, അങ്ങനെ 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 കിട്ടും. അപ്പോൾ വിച്ച് മീൻസ് നമുക്ക് 8 മെമ്മറി ലൊക്കേഷൻ ആണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് 3 ബിറ്റ് മതി. അഡ്രസ് ബിറ്റ് 3 എണ്ണം മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഡ്രസ് ബസ്സിനകത്ത് 3 ലൈൻ മതി. ഓക്കെ. പിന്നെ മെമ്മറി ലൊക്കേഷൻ കൂടും തോറും അഡ്രസ് ബിറ്റിൻ്റെ എണ്ണം കൂടും. അതിനനുസരിച്ച് നമ്മളുടെ അഡ്രസ് ബസ്സിലെ ലൈൻസും കൂടണം. ഓക്കെ. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ അഡ്രസ് ബസ് ശരിക്കും എന്താ പറയുന്നത്? ഇറ്റ് ഡിറ്റർമിൻസ് എത്ര മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിഡ്ത്ത് ഓഫ് അഡ്രസ് ബസ് പറയുന്നത്. ഇറ്റ് ഡിറ്റർമിൻസ് ദ മാക്സിമം പോസിബിൾ മെമ്മറി കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം. ക്ലിയർ ആണോ? 8 മെമ്മറി കപ്പാസിറ്റി ഉള്ള സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ അഡ്രസ് ബസ്സിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയാണ് 64 ആണെങ്കിൽ 4 ആയിരിക്കും. അങ്ങനെയാണ് നമ്മളുടെ ഇത് വരിക കേട്ടോ. ഐ മീൻ മെമ്മറി കപ്പാസിറ്റിയും അഡ്രസ് ബസ്സിൻ്റെ വിഡ്ത്തും തമ്മിലുള്ള റിലേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. അപ്പം നമ്മൾ സോഫാർ ഡിസ്കസ് ചെയ്തത് ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സുമാണ്. ഇനി ഒരെണ്ണം ബാക്കിയുണ്ടല്ലോ ബസ്സിൻ്റെ സ്ട്രക്ചറിൽ. അതേതാ? കൺട്രോൾ ബസ്. കൺട്രോൾ ബസ്സിൽ എന്താ പറയണത്? ദ കൺട്രോൾ ലൈൻസ്. അപ്പോൾ എവിടെ നിന്നാണ് റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണ് റൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ആര് പറയും? അഡ്രസ് ബസ് പറയും. ഇനി എന്താണ് ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ളത് എവിടെ ഉണ്ടാവുക? ഡാറ്റാ ബസ്സിനകത്ത് ഉണ്ടാവും. അടുത്ത കാര്യം, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത്, അതായത് നമ്മളിപ്പോൾ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കാണാം അല്ലേ? അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണ് ഡാറ്റ കൊടുക്കുന്നത്? ഈ ഡാറ്റേനെ എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടത്? അത് റീഡ് ചെയ്യണോ, റൈറ്റ് ചെയ്യണോ, എന്ത് പെർട്ടിക്കുലർ പ്രോസസ്സാണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള എല്ലാ കൺട്രോൾ സിഗ്നൽസും വരുന്ന ആളാണ് ഈ കൺട്രോൾ ബസ്. ഓക്കെ. കൺട്രോൾ ലൈൻസ് ആർ യൂസ് ടു കൺട്രോൾ ദ ആക്സസ് ടു ആൻഡ് ദ യൂസ് ഓഫ് ദ ഡാറ്റ ആൻഡ് അഡ്രസ് ലൈൻ. ഓക്കെ. ഡാറ്റയും അഡ്രസ് ലൈനെ ആരൊക്കെ ആക്സസ് ചെയ്യണം, അതിനെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് കൺട്രോൾ ബസ്. അപ്പോൾ ഓഫ് കോഴ്സ് കൺട്രോൾ ബസ്സിൻ്റെ അകത്ത് കൺട്രോൾ സിഗ്നൽസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. Because the data and address lines are shared by all components, there must be a means of controlling their use. ഇപ്പോൾ ഡാറ്റ ലൈനും അഡ്രസ് ലൈനും എല്ലാ കമ്പോണൻസും ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ യൂസ് കൺട്രോൾ ചെയ്യണം അല്ലേ? അങ്ങനെ കൺട്രോൾ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ബോത്ത് കമാൻഡ് ആൻഡ് ടൈമിംഗ് ഇൻഫർമേഷൻ എമംഗ് സിസ്റ്റം മൊഡ്യൂൾസ്. ഇപ്പോൾ കൺട്രോൾ സിഗ്നൽസിൽ 2 കാര്യമാണ് ഉള്ളത്. ആദ്യത്തേത് എന്താണ്? കമാൻഡ് സിഗ്നൽസ്. രണ്ടാമത്തത് ടൈമിംഗ് സിഗ്നൽസ്. അപ്പം നമുക്ക് നോക്കാം. ടൈമിംഗ് സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡിറ്റിയാണ് പറയുന്നത്. വാലിഡിറ്റി ഓഫ് ഡാറ്റ ആൻഡ് അഡ്രസ് ഇൻഫർമേഷൻ. അതായത് നമ്മളിപ്പോൾ അഡ്രസ് ബസ്സിൽ ഒരു അഡ്രസ്സ് കൊണ്ടുവച്ചു.
അത് എത്ര നേരം അഡ്രസ്സ് അവിടെ ആക്റ്റീവ് ആയിരിക്കും, എപ്പോഴാണ് അതിൽ നിന്ന് അഡ്രസ്സ് പോകുന്നത്, അതുപോലെ തന്നെ ഡാറ്റാബേസിൽ എത്ര നേരം ഡാറ്റ ഉണ്ടായിരിക്കും, അങ്ങനത്തെ ടൈമിംഗ് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ആളാണ് ടൈമിംഗ് സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ കൺട്രോളിന് 2 പ്രോസസ്സാണ് ഉള്ളത്. ആദ്യത്തത് ടൈമിങ്, പിന്നെ കമാൻഡ്. ഇപ്പോൾ കമാൻഡ് സിഗ്നൽസും ടൈമിംഗ് സിഗ്നൽസും ഉണ്ടാവും. ടൈമിംഗ് സിഗ്നൽസ് എന്ന് പറയുന്നത് അതിൻ്റെ വാലിഡിറ്റി ആണ്, ഡാറ്റയുടെ അഡ്രസ്സിൻ്റെ വാലിഡിറ്റി. കമാൻഡ് സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫൈസ് ദ ഓപ്പറേഷൻസ്, റീഡ് ഓപ്പറേഷൻ, റൈറ്റ് ഓപ്പറേഷൻ, വാട്ട് ആർ ദ ഓപ്പറേഷൻസ് എന്ന് പറയുന്നതാണ് കമാൻഡ് സിഗ്നൽസ്. ഓക്കെ ഓക്കെ, നമുക്കിനി നോക്കാം ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കാം. ഇപ്പോൾ ഒരു മൊഡ്യൂളിന് വേറൊരാൾക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം. അപ്പോൾ 2 കാര്യം ചെയ്യേണ്ടത്. ആദ്യത്തെ കാര്യം ഒബ്റ്റെയിൻ ദ യൂസ് ഓഫ് ദ ബസ്. അപ്പോൾ ആർക്കാണ് സെൻഡ് ചെയ്യേണ്ട മൊഡ്യൂൾ ആദ്യം ബസ്സിനെ യൂസ് ചെയ്യാൻ നോക്കണം. ബസ്സിൻ്റെ യൂസ് നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാം, ട്രാൻസ്ഫർ ദ ഡാറ്റ വയ ബസ്. ഇനിയിപ്പോൾ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിന് റിക്വസ്റ്റ് ചെയ്യണം ഡാറ്റ, വേറെ ആളുടെ നിന്നുള്ള ഡാറ്റ നമുക്ക് കിട്ടണം, നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വേണം? ആദ്യത്തെ കാര്യം തന്നെ ബസ്സിൻ്റെ യൂസ് കിട്ടണം. ഇറ്റ് ഷുഡ് ഒബ്റ്റെയിൻ ദ യൂസ് ഓഫ് ദ ബസ്. സെക്കൻഡ് തിങ് എന്താ? നമ്മൾ ഈ ബസ്സിൽ കൂടെ ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ആരുടെ നിന്നാണോ ഡാറ്റ വേണ്ടത് അവർക്ക് റിക്വസ്റ്റ് ചെയ്യണം, റിക്വസ്റ്റ് സിഗ്നൽ. ഇത് ട്രാൻസ്ഫർ എ റിക്വസ്റ്റ് ടു ദ അതർ മൊഡ്യൂൾ ഓവർ ദ അപ്രോപ്രിയേറ്റ് കൺട്രോൾ ആൻഡ് അഡ്രസ് ലൈൻസ്. അത് കഴിഞ്ഞാൽ അയാൾക്ക് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തോളും. അത് വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ദെൻ വെയിറ്റ് ഫോർ ദാറ്റ് സെക്കൻഡ് മൊഡ്യൂൾ ടു സെൻഡ് ദ ഡാറ്റ. ഓക്കെ, അപ്പോൾ കൺട്രോൾ ബസ് മെയിൻ 2 കാര്യമുള്ളത് കമാൻഡ് സിഗ്നലും ടൈമിംഗ് സിഗ്നലും. ടിപ്പിക്കൽ കൺട്രോൾ ലൈൻസ് ഇൻക്ലൂഡ്. അപ്പോൾ നമ്മൾ കൺട്രോളിൽ കമാൻഡ് എന്ന് പറഞ്ഞു, ടൈമിംഗ് അവരുടെ വാലിഡിറ്റി ആണ്, എത്ര നേരം അവർ വാലിഡ് ആവും എന്നുള്ളത്. ഇനി ഈ കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ലൈൻസിൽ ഉണ്ടാവും എന്ന് നോക്കാം. മെമ്മറി റൈറ്റ്, അതായത് ഈ മെമ്മറി റൈറ്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റൈറ്റ് ആണ് മനസ്സിലാവുക അല്ലേ. മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം, പ്രോസസ്സറിലുള്ള ഒരു ഡാറ്റേനെ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം. കോസസ് ഡാറ്റ ഓൺ ദ ബസ്, ബസ്സിലാണ് ഡാറ്റ ടു ബി റിട്ടേൺ ഇൻ ടു ദ അഡ്രസ്ഡ് ലൊക്കേഷൻ, മെമ്മറിയിലുള്ള മെമ്മറി അഡ്രസ്സ് പറയുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മെമ്മറി റീഡ് അല്ലേ. മെമ്മറി റീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആ അഡ്രസ് ബസ്സിലൊരു അഡ്രസ്സ് പറയുണ്ടാവുമല്ലോ, അവിടെ നിന്നുള്ള അഡ്രസ്സിനെ നമ്മൾ റീഡ് ചെയ്ത് ഡാറ്റാ ബസ്സിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, ഇറ്റ് കോസസ് ദ ഡാറ്റ ഫ്രം അഡ്രസ് ലൊക്കേഷൻ ടു ബി പ്ലേസ്ഡ് ഓൺ ദ ബസ്. അടുത്തത് എന്താ വരുന്നത്? IO റൈറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആണ്. അപ്പം ഈ പറഞ്ഞതിൻ്റെ മെമ്മറി എന്നുള്ളടത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ് മാത്രം. അപ്പോൾ ബസ്സിലുള്ള ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിനെ അഡ്രസ് IO പോർട്ടിലേക്ക് മാറ്റും, റൈറ്റ് ചെയ്യും. അപ്പോൾ റീഡ് എന്ന് വെച്ചാൽ എന്താ? ഇൻപുട്ടിൽ കൊടുക്കുന്ന ഒരു അഡ്രസ്സിനെ നമ്മൾ അഡ്രസ് അല്ലെങ്കിൽ കണ്ടന്റിനെ നമ്മൾ റീഡ് ചെയ്ത് ബസ്സിലോട്ട് കൊണ്ടുവരുന്നു. ഇറ്റ് കോസസ് ഡാറ്റ ഫ്രം അഡ്രസ്ഡ് IO പോർട്ട് ടു ബി പ്ലേസ്ഡ് ഓൺ ദ ബസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലേ. ട്രാൻസ്ഫർ ACK എന്ന് വെച്ചാൽ അക്നോളജ്മെൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തു എന്നോ, അതല്ലെങ്കിൽ ഡാറ്റ അവിടെ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നോ, അതായത് ബസ്സിലേക്ക് റൈറ്റ് ചെയ്തിട്ടുണ്ടെന്നോ, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ്, നമ്മളിപ്പോൾ നടന്ന ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫർ ACK എന്നുള്ള കൺട്രോൾ ലൈൻ. ബസ് റിക്വസ്റ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു മൊഡ്യൂളിന്, ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടിന് മെമ്മറിക്ക് ആർക്കെങ്കിലും ബസ്സിനെ വേണമെങ്കിൽ അവർ ബസ് റിക്വസ്റ്റ് കൊടുക്കണം. ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എ മൊഡ്യൂൾ നീഡ്സ് ടു ഗെയിൻ കൺട്രോൾ ഓഫ് ദ ബസ്, ബസ്സിൻ്റെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബസ് റിക്വസ്റ്റ്. ബസ് ഗ്രാൻഡ്, അതെന്താ? അതായത് റിക്വസ്റ്റ് ചെയ്തെങ്കിൽ നമ്മളത് ഗ്രാൻഡ് ചെയ്തു അല്ലേ. അപ്പോൾ ബസ്സിൻ്റെ റിക്വസ്റ്റിംഗ് മൊഡ്യൂൾ ഹാസ് ബീൻ ഗ്രാൻഡഡ് കൺട്രോൾ ഓഫ് ദ ബസ്. ഇപ്പോൾ പ്രോസസ്സറിന് ബസ് വേണമെന്ന് വെച്ചാൽ പ്രോസസ്സർ റിക്വസ്റ്റ് ചെയ്തു, അത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പ്രോസസ്സറിന് ആ ബസ് കിട്ടി. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പെൻഡിങ് ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. അതിൻ്റെ അക്നോളജ്മെൻറ്റ് ഇൻട്രപ്റ്റ് ACK, അതായത് ഇപ്പോൾ നമ്മുടെ പ്രോസസ്സർ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കമ്പ്യൂട്ടർ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാവും, എന്തെങ്കിലും ഒന്ന് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഇൻട്രപ്റ്റ് കാണുന്നത്, പെൻഡിങ് ഇൻട്രപ്റ്റ് കാണുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടു എന്ന് അറിയിക്കാൻ, അതായത് അടുത്തത് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യാൻ പോവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് അക്നോളജ് ദാറ്റ് ദ പെൻഡിങ് ഇൻട്രപ്റ്റ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ്, ഇതാണ് വേർഡ് കേട്ടോ. അതായത് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് കണ്ടു, അപ്പോൾ നമ്മൾ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് കൊടുത്തു. ഇനി അടുത്ത പണി ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യലായിരിക്കും. ക്ലോക്ക് എന്ന് പറഞ്ഞൊരു കൺട്രോൾ സിഗ്നൽ ഉണ്ട്, അത് നമ്മുടെ എല്ലാ ഓപ്പറേഷനെയും സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് വയ്ക്ക് വരികയാണ് കേട്ടോ, നമ്മളത് പഠിക്കും. ഇറ്റ് ഇസ് യൂസ് ടു സിങ്ക്രണൈസ് ഓപ്പറേഷൻസ്. റീസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇനീഷ്യലൈസസ് ഓൾ മൊഡ്യൂൾസ്. ഓക്കെ,
എല്ലാ മൊഡ്യൂൾസിൻ്റെയും ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടോപ്പിക് ഇസ് മൾട്ടിപ്പിൾ ബസ് ഹയറാർക്കി. ഓക്കെ, മൾട്ടിപ്പിൾ ബസ് ഹയറാർക്കി. അപ്പോൾ അത് എന്തിനാ മൾട്ടിപ്പിൾ ബസ് ഹയറാർക്കി? മൾട്ടിപ്പിൾ ബസ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരു if a great number of devices are connected to the bus, performance will suffer. ഒരു ബസ്സിലേക്ക് കുറേ ഡിവൈസസ് നമ്മൾ കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പെർഫോമൻസിനെ ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണം മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെയും പറയുമ്പോൾ നമ്മൾ ഈ ഒരു ബസ്സിലേക്ക് ഇങ്ങനെ ഡിവൈസസിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവല്ലേ. അങ്ങനെ പോകുമ്പോൾ എന്താ, ബസ്സിൻ്റെ ലെങ്ത് കൂടും. ബസ്സിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇപ്പം നമ്മുടെ ഇതാണ് എൻ്റെ ബസ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ബസ്. സോ ഇവിടെയുള്ളൊരു ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഡാറ്റ ഇതിലെ എല്ലാം പാസ് ചെയ്ത് പോകണ്ടേ. സോ അങ്ങനെ പോകുമ്പോൾ ഈ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയും. ഇപ്പോൾ ഇത്രയും ഫാർ ഡിസ്റ്റൻസിലോട്ട് പോകാനൊരു പ്രൊപ്പഗേഷൻ ഡിലേ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. There are two main causes. First thing, in general, more devices attached to the bus, the greater the bus length and hence the greater the propagation delay. Propagation delay കൂടുതലാണ്. ഈ propagation delay എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, time it takes for devices to coordinate the use of the bus. Okay. When control of the bus passes from one device to another frequently, these propagation delays can noticeably affect performance. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ കൺട്രോൾ ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഒരു ഫാക്ടറാണ്, പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബസ്സിൻ്റെ കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ, ബസ്സിനൊരു കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റിയുടെ അത്രയ്ക്ക് തന്നെ ഡാറ്റ റിക്വയർമെൻറ്റ്, ഡാറ്റ ട്രാൻസ്ഫർ ഡിമാൻഡ് നമുക്ക് വരികയാണ്. ബസ്സിൻ്റെ കപ്പാസിറ്റി 64 ആണ്, നമുക്ക് 64ൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ വന്നു, അല്ലെങ്കിൽ 120ൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ വന്നു. അങ്ങനെ വരുമ്പോൾ ഈ ബസ്സിൻ്റെ സൈസ്, ഒരൊറ്റ ബസ്സിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ബസ്സിൻ്റെ കപ്പാസിറ്റി ഒരു പെർഫോമൻസ് ബോട്ടിലിനൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇഷ്യൂസ് ഉള്ളത് കേട്ടോ. സിംഗിൾ ബസ് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഇഷ്യൂ. സിസ്റ്റം ബസ് ആണല്ലോ നമ്മൾ പറഞ്ഞത് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ആ സിസ്റ്റം ബസ് മാത്രം യൂസ് ചെയ്യുമ്പോഴത്തെ ഇഷ്യൂസ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? To resolve their performance issues, most bus-based computer systems use multiple buses, generally laid out in a hierarchy. Okay? അപ്പോൾ മൾട്ടിപ്പിൾ ബസ്സസ് ആണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. ആദ്യത്തെ അറേഞ്ച്മെൻ്റ് ആണ് ഇതവിടെ വരുന്നത് കേട്ടോ. എ ടിപ്പിക്കൽ ട്രഡീഷണൽ സ്ട്രക്ചർ ഇസ് ഷോൺ ഹിയർ. അപ്പോൾ രണ്ട് അറേഞ്ച്മെൻറ്റിൽ ഒരെണ്ണം ട്രഡീഷണൽ അറേഞ്ച്മെൻറ്റും അടുത്തത് ഹൈ സ്പീഡ് അറേഞ്ച്മെൻറ്റുമാണ്, ഹൈ സ്പീഡ് ബസ്സസിൻ്റെ അറേഞ്ച്മെൻറ്റുമാണ്. അപ്പോൾ ട്രഡീഷണൽ അറേഞ്ച്മെൻറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്ര ബസ്സുകൾ യൂസ് ചെയ്യുന്നത് നോക്കി നോക്കിയേ. ഇതെവിടെ ഒരു ലോക്കൽ ബസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സിസ്റ്റം ബസ്, ദെൻ എക്സ്പാൻഷൻ ബസ്. അപ്പോൾ ഇതന്നെയാണ് നമ്മളുടെ മൾട്ടിപ്പിൾ ബസ്സസ് അല്ലേ യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ബസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഉള്ളത് ഒരു ചെറിയ ലോക്കൽ ബസ് ഉണ്ട്, അതായത് പ്രോസസ്സർ ക്യാഷ് ആയിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ ലോക്കൽ IO കൺട്രോളായിട്ട് കണക്ട് ചെയ്യാനും ഒരു ലോക്കൽ ബസ് ഉണ്ട്. അപ്പം ക്യാഷ് എന്താണെന്നെല്ലാം ഒരുവിധം അറിയാമായിരിക്കും അല്ലേ. ഫാസ്റ്റ് മെമ്മറിയാണ്, മെയിൻ മെമ്മറിയുടെ പ്രോസസ്സറിൻ്റെ നടുക്കിൽ നിൽക്കുന്ന ഒരു മെമ്മറിയാണ്. അതായത് പ്രോസസ്സറിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെയും നമ്മളുടെ ഒരു ക്യാഷിൽ കൊണ്ടുവന്ന് വെക്കും. പ്രോസസ്സറിന് ഏത് നേരവും മെയിൻ മെമ്മറിയിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ, അത് ക്യാഷിൻ്റെ ഓർഗനൈസേഷനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ മെമ്മറിയിലേക്ക് പോകാണ്ട് തന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെയും ക്യാഷിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ക്യാഷിനെ ആക്സസ് ചെയ്യാൻ, അതായത് ലോക്കൽ ക്യാഷിനെ ആക്സസ് ചെയ്യാൻ നമുക്കൊരു ലോക്കൽ ബസ് ഉണ്ട്. അതുപോലെ ഈ ക്യാഷ് കൺട്രോളർ നേരെ സിസ്റ്റം ബസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സിസ്റ്റം ബസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി മൊഡ്യൂൾസ് കണക്ട് ചെയ്യാനുള്ള ആളാണ് സിസ്റ്റം ബസ്. മെയിൻ മെമ്മറി മൊഡ്യൂൾസിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത് സിസ്റ്റം ബസ് ആണ്. പിന്നെ ഇതിൻ്റെ താഴെ എന്താ, എക്സ്പാൻഷൻ ബസ്. അപ്പോൾ ഈ സിസ്റ്റം ബസ്സും എക്സ്പാൻഷൻ ബസ്സുമായിട്ട് ഒരു എക്സ്പാൻഷൻ ബസ് ഇൻ്റർഫേസ് ഉണ്ട്. ഇയാൾ നമ്മളുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, എക്സ്ട്രാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം മോഡം, സീരിയൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കീബോർഡും മൗസൊക്കെ ഇല്ലേ, അങ്ങനത്തെ നെറ്റ്വർക്ക് ഡിവൈസസ്, LAN കണക്ഷൻസ്, SCSI കണക്ഷൻസ്, അങ്ങനെയുള്ള എല്ലാ കണക്ഷൻസിനെയും എക്സ്റ്റേണൽ ആയിട്ടുള്ള കണക്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് എക്സ്പാൻഷൻ ബസ്. അവരുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ആളാണ് എക്സ്പാൻഷൻ ബസ്. അപ്പോൾ ഇത്രയാണ് ട്രഡീഷണൽ സ്ട്രക്ചറിൽ പറയുന്നത്. ദർ ഇസ് എ ലോക്കൽ ബസ് ദാറ്റ് കണക്ട്സ് ദ പ്രോസസ്സർ ടു എ ക്യാഷ് മെമ്മറി ആൻഡ് ദാറ്റ് മേ സപ്പോർട്ട് വൺ ഓർ മോർ ലോക്കൽ ഡിവൈസസ്. ഓക്കെ, നമ്മൾ ലോക്കൽ ഡിവൈസ് ഉണ്ട് ക്യാഷ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ക്യാഷ് മെമ്മറി കൺട്രോളർ. ഈ ക്യാഷ് കൺട്രോളർ കണക്ട്സ് ദ ക്യാഷ് നോട്ട് ഓൺലി ടു ദിസ് ലോക്കൽ ബസ് ആയിട്ട് മാത്രമല്ല ബട്ട് ടു എ സിസ്റ്റം ബസ് ആയിട്ടും ഉണ്ട്. സിസ്റ്റം ബസ്സിൽ ടു വിച്ച് ആർ അറ്റാച്ച്ഡ് ഓൾ ഓഫ് ദ മെയിൻ മെമ്മറി മൊഡ്യൂൾസ്. അപ്പോൾ ഈ ക്യാഷ് കൺട്രോളർ ലോക്കൽ ബസ്സും പ്രോസസ്സറും തമ്മിൽ കണക്ട് ചെയ്യുന്നു.
അതുപോലെ തന്നെ സിസ്റ്റം ബസ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ബസ്സിൻ്റെ അകത്ത് കുറേ മെയിൻ മെമ്മറി മൊഡ്യൂൾസ് ഉണ്ട്. The use of a cache structure insulates the processor from a requirement to access main memory frequently. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്യാഷിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മെയിൻ മെമ്മറി നോക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മെയിൻ മെമ്മറി ക്യാൻ ബി മൂവ്ഡ് ഓഫ് ദ ലോക്കൽ ബസ് ഓൺ ടു എ സിസ്റ്റം ബസ്. അപ്പം നമുക്ക് ഈ മെയിൻ മെമ്മറീനെ ലോക്കൽ ബസ്സായിട്ടൊന്നും കണക്ഷൻ ഇല്ലാണ്ട് സിസ്റ്റം ബസ്സിൽ മാത്രം കണക്ട് ചെയ്താൽ മതി മെയിൻ മെമ്മറി. ഇനിയിപ്പോൾ നമുക്കിനി ഓഫ് കോഴ്സ് എന്തിനെ പറ്റിയാവും പറയാണ്ടാവുക, നമ്മുടെ ലോക്കൽ ബസ് പറഞ്ഞു, സിസ്റ്റം ബസ് പറഞ്ഞു, അപ്പോൾ ഇനി എക്സ്പാൻഷൻ ബസ്സിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ IO കൺട്രോളേഴ്സിന് വേണ്ടിയിട്ടാണ് എക്സ്പാൻഷൻ ബസ്. അപ്പോൾ IO കൺട്രോളേഴ്സിന് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് സിസ്റ്റം ബസ്സിലോട്ട് തന്നെ കണക്ട് ചെയ്യാം. പക്ഷേ ഈ പെർഫോമൻസ് എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മോർ എഫിഷ്യൻറ്റ് സൊല്യൂഷൻ ഈസ് ടു മേക്ക് യൂസ് ഓഫ് വൺ ഓർ മോർ എക്സ്പാൻഷൻ ബസ്സസ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ IO ഡിവൈസസിനെ സിസ്റ്റം ബസ്സിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാണ്ട് എക്സ്പാൻഷൻ ബസ്സിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബഫേഴ്സ് ഡാറ്റ ട്രാൻസ്ഫേഴ്സ് ബിറ്റ്വീൻ സിസ്റ്റം ബസ് ആൻഡ് ദ IO കൺട്രോളേഴ്സ് ഓൺ ദ എക്സ്പാൻഷൻ ബസ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്പാൻഷൻ ബസ് ഇൻ്റർഫേസ് ഉണ്ട് കേട്ടോ. ഈ ഇൻ്റർഫേസ് ആണ് സിസ്റ്റം ബസ്സിൻ്റെയും എക്സ്പാൻഷൻ ബസ്സിൻ്റെയും ഡാറ്റ ട്രാൻസ്ഫർ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ടല്ലോ, അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾ ഈ എക്സ്പാൻഷൻ ബസ് ഇൻ്റർഫേസ് ആണ്. ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ IO ഡിവൈസസിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിൻ്റെയൊക്കെയും ഓവർ ഹെഡ് അധികം ഉണ്ടാവില്ല. അതായത് ഇൻസുലേറ്റ് ദ മെമ്മറി ടു പ്രോസസ്സർ. ഇവിടെ മെമ്മറി, ഇവിടെ പ്രോസസ്സർ, ഇവിടെ ഇത് ഒരു സെക്ഷൻ. ദെൻ മെമ്മറി ഇവിടെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവിടെ, ഇത് അടുത്ത സെക്ഷൻ. അപ്പോൾ ഇതിനെയും തമ്മിൽ നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാൻ പറ്റും. അത്ര കണക്ഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഓവർ ഹെഡ് കുറവായിരിക്കും. ദിസ് അറേഞ്ച്മെൻറ്റ് അലൗസ് ദ സിസ്റ്റം ടു സപ്പോർട്ട് എ വൈഡ് വെറൈറ്റി ഓഫ് IO ഡിവൈസസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇൻസുലേറ്റ് മെമ്മറി ടു പ്രൊസസ്സർ ട്രാഫിക് ഫ്രം IO ട്രാൻസ്ഫേഴ്സ്. മെമ്മറി ടു പ്രൊസസ്സർ ട്രാഫിക്കും IO ട്രാഫിക്കും തമ്മിൽ കണക്ഷൻ ഇല്ലാണ്ട് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. This traditional bus architecture is reasonably efficient, but begins to break down as higher and higher performance is seen in the IO device. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലെ ഹയർ പെർഫോമൻസ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നതിൽ ലാൻ കണക്ഷൻ വരാം, അതിൽ 100 Mbps ഒക്കെ ഉള്ള ഫാസ്റ്റ് എതർനെറ്റ് ഒക്കെ വരില്ലേ, അങ്ങനത്തെയും അങ്ങനെ ഒരുപാട് ഹൈ സ്പീഡ് ഡിവൈസസ് വരുമ്പോൾ, ഹയർ പെർഫോമൻസ് ഡിവൈസസ് വരുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ബസ് ആർക്കിടെക്ചറിൻ്റെ പെർഫോമൻസ് വീക്കാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മൾട്ടിപ്പിൾ ബസ് ഹൈറാർക്കിയാണ്. മൾട്ടിപ്പിൾ ബസ് കൊണ്ടുവരാനുള്ള കാരണം തന്നെ പറഞ്ഞു, ഈ കുറേ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത് ബസ്സിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ബസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ടെക്നോളജി പഠിക്കാൻ പോകുന്നത്, ആദ്യത്തെ ട്രഡീഷണലും രണ്ടാമത്തെ ഫാസ്റ്റ് ഹൈ സ്പീഡ് ആണ്. അപ്പോൾ ട്രഡീഷണലിൽ ഒരു ലോക്കൽ ബസ് ക്യാഷിനെയും പ്രോസസ്സറിനെയും കണക്ട് ചെയ്യുന്നു. അത് ലോക്കൽ ബസ് ഒരു ഇൻ്റർഫേസ് വഴി സിസ്റ്റം ബസ്സിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. സിസ്റ്റം ബസ് ആണെങ്കിൽ മെയിൻ മെമ്മറി മൊഡ്യൂൾസിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു എക്സ്പാൻഷൻ ബസ് ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റം ബസ്സും എക്സ്പാൻഷൻ ബസ് ഇൻ്റർഫേസ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. എക്സ്പാൻഷൻ ബസ്സിലാണ് IO കൺട്രോളേഴ്സ് എല്ലാവരും വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ട്രഡീഷണൽ ബസ്സിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പം നമുക്കിനി ഹൈ സ്പീഡ് ബസ്സിൻ്റെ കാര്യം പറയാം. In response to these growing demands, a common approach taken by industry is to build a high-speed bus that is closely integrated with the rest of the system, requiring only a bridge between processor's bus and the high-speed bus. അപ്പോൾ കുറേയും കൂടി ഹൈ സ്പീഡ് ഡിവൈസസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹൈ സ്പീഡ് ബസ് കൊണ്ടുവരുന്നത്. ഇതിന് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മെസാനൈൻ ആർക്കിടെക്ചർ എന്നും പറയുന്നുണ്ടോ, ചിലപ്പോൾ മെസാനൈൻ ആർക്കിടെക്ചർ എന്നാണ് പേര്. ആ പേരും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പോൾ ഈ കാണുന്നതാണ് ഫിഗർ. ഇപ്പം എന്താ അത്ര വ്യത്യാസം മറ്റേതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ കൂടുതലുണ്ട്, ഒരു ഹൈ സ്പീഡ് ബസ് കൂടുതലുണ്ട്. ഇവിടെ ലോക്കൽ ബസ് നേരത്തെ പോലെ തന്നെ പ്രോസസ്സറിനെയും ക്യാഷിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതുപോലെ ക്യാഷും മെയിൻ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ, സിസ്റ്റം ബസ് ഉണ്ട്, മെയിൻ മെമ്മറി മൊഡ്യൂൾസും ക്യാഷും തമ്മിൽ നേരെ കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ കണക്ഷൻ കണ്ടോ, ക്യാഷും തന്നെയാണ് ഒരു കണക്ഷൻ വരുന്നത്, അത് ഹൈ സ്പീഡ് ബസ്സിലേക്കാണ്. അവരാണ് ഹൈ സ്പീഡ് ഡിവൈസസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഹൈ സ്പീഡ് ബസ് ഒരു എക്സ്പാൻഷൻ ബസ് ഇൻ്റർഫേസ് വഴി നേരത്തെ പോലെ തന്നെ ഒരു എക്സ്പാൻഷൻ ബസ് ഉണ്ട്. എക്സ്പാൻഷൻ ബസ്സിൻ്റെ അകത്ത് സീരിയൽ ഡിവൈസസും മോഡേൺ ഡിവൈസസും അങ്ങനെ എല്ലാതും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബസ് കോൺഫിഗറേഷൻ. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ നോക്കാം. സോ ഹൈ പെർഫോമൻസ് ആർക്കിടെക്ചർ ആണിത്. There is a local bus that connects the processor to a cache controller, which is in turn connects to a system bus that supports main memory.
അപ്പോൾ ഒരു ലോക്കൽ ബസ് ഉണ്ട്. ലോക്കൽ ബസ് ക്യാഷ് കൺട്രോളിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് സിസ്റ്റം ബസ്സിൽ കണക്ട് ചെയ്യുന്നു. അത് മെയിൻ മെമ്മറീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രയും നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ ക്യാഷ് കൺട്രോളറിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരിക്കും. ബ്രിഡ്ജോ ബഫറിംഗ് ഡിവൈസോ എന്ത് വേണമെങ്കിലും ഉണ്ടാവുക. ആ ഡിവൈസാണ് ഹൈ സ്പീഡ് കണക്ട്സ് ടു എ ഹൈ സ്പീഡ് ബസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു സപ്പോർട്ട് ഹൈ കാപ്പബിലിറ്റി IO ഡിവൈസസ്. അപ്പോൾ ഈ ബ്രിഡ്ജ് ഹൈ സ്പീഡ് ബസ്സിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൈ കപ്പാസിറ്റി ഉള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ കണക്ട് ചെയ്യിക്കലാണ്. അപ്പോൾ ഹൈ കപ്പാസിറ്റി ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ ലാൻസ് ഉണ്ടല്ലോ, ലാൻ ഫാസ്റ്റ് എത്തർനെറ്റ് ലൈക്ക് 100 Mbps ഉള്ള ഫാസ്റ്റ് എത്തർനെറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ വീഡിയോ ആയിക്കോട്ടെ, ഗ്രാഫിക് വർക്ക് സ്റ്റേഷൻ ആയിക്കോട്ടെ, കൺട്രോളേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ ഇന്റർഫേസ് കൺട്രോളറോ ഫയർ SCSI ഇങ്ങനെയുള്ള എല്ലാ ഹൈ സ്പീഡ് ഡിവൈസിനെയും ഇന്റർഫേസ് ഡിവൈസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഹൈ സ്പീഡ് ബസ്. അടുത്തത് ഓക്കെ, ഇത്രയാണ് ഹൈ സ്പീഡ് ബസ്സിനെ പറ്റി പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പ്രോസസ്സർ, ലോക്കൽ ബസ്, സിസ്റ്റം ബസ്, ദെൻ ഹൈ സ്പീഡ് ഡിവൈസസിന് വേണ്ടിയിട്ട് ഹൈ സ്പീഡ് ബസ് ഉണ്ട്. അതുപോലെ ഇത് പിന്നെയും ഒരു എക്സ്പാൻഷൻ ബസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അത് ലോവർ സ്പീഡ്, ഹൈ സ്പീഡ് ഡിവൈസ് ഒക്കെ ഇവിടെ വെച്ചല്ലോ. സോ ലോവർ സ്പീഡ് ഡിവൈസസ് ലൈക്ക് ഇപ്പോൾ കീബോർഡ് ആയിക്കോട്ടെ, മൗസ്, അതൊക്കെ സീരിയൽ കണക്ഷൻ അല്ലേ. മോഡം ആയാലും സീരിയൽ കണക്ഷൻ ആണ്, ഫാക്സ് സീരിയൽ കണക്ഷൻ ആണ്. അങ്ങനെ വരുന്ന കാര്യങ്ങളെയൊക്കെ ഉണ്ടല്ലോ. മോഡം ഇതെല്ലാം ലോ സ്പീഡ് ഡിവൈസസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ലോ സ്പീഡ് ഡിവൈസസിനെ സപ്പോർട്ട് ചെയ്യാൻ ഹൈ സ്പീഡ് ബസ്സിന് പകരം നമ്മൾ മുന്നേ യൂസ് ചെയ്തിരുന്ന എക്സ്പാൻഷൻ ബസ് തന്നെയാണുള്ളത്. അപ്പോൾ എക്സ്പാൻഷൻ ബസ് എന്താണ് ഈ ഡിവൈസസിനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ ഈ എക്സ്പാൻഷൻ ബസ്സും ഹൈ സ്പീഡ് ബസ്സും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. നേരത്തെ പോലെ തന്നെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ഓഫ് ഹൈ സ്പീഡ് ബസ് അറേഞ്ച്മെൻറ്റ്. ഹൈ സ്പീഡ് ബസ് വെക്കുന്നതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീഡിലുള്ള മിസ്മാച്ച് ഒക്കെ ഉണ്ടല്ലോ, പ്രോസസ്സറും ഇതിൻ്റെ സ്പീഡൊക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ സ്പീഡൊക്കെയും അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിഫറെൻറ്റ് സ്പീഡുള്ള ഡിവൈസസ്, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നമ്മൾ ലോ സ്പീഡ് ഡിവൈസസിന് നമ്മൾ എക്സ്പാൻഷൻ ബസ് കൊടുക്കണം, ഹൈ സ്പീഡുള്ളവർക്ക് നമ്മൾ ഹൈ സ്പീഡ് ബസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇതിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് സ്പീഡ്സിനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ the advantage of this arrangement is that high speed bus brings high demand devices into closer integration with the processor and at the same time is independent of the processor. അപ്പോൾ നല്ല സ്പീഡ് വേണ്ടതും അല്ലെങ്കിൽ മെമ്മറി പ്രോസസ്സർ ഹൈ ഡിമാൻഡ് ഉള്ള ഡിവൈസസിനെ എല്ലാം പ്രോസസ്സറായിട്ട് ക്ലോസ് ഇൻ്റഗ്രേഷൻ വരും. എന്നാൽ തന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രോസസ്സറിലോ എന്തെങ്കിലും ഇപ്പോൾ ആർക്കിടെക്ചറിൽ വല്ല ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ ഡിവൈസസിനെ ഒന്നും അത് എഫക്റ്റ് ചെയ്യുന്ന കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ അതുപോലെ ഈ ഞാൻ പറഞ്ഞില്ലേ സ്പീഡ്, പ്രോസസ്സറിൻ്റെ സ്പീഡും ഹൈ സ്പീഡ് ഡിവൈസസിൻ്റെ ബസ്സിൻ്റെ സ്പീഡെല്ലാം ടോളറേറ്റ് ചെയ്ത് പോകും. സ്പീഡിലെ മിസ്മാച്ച് ഒക്കെ ഇതുപോലെ 2 ബസ്സൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ഒക്കെ മാനേജ് ചെയ്ത് പോകും. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഹൈ സ്പീഡ് ബസ് മാനേജ്മെൻറ്റിൽ പറയാനുള്ളത്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഹൈ സ്പീഡ് ബസ് മാനേജ്മെൻറ്റ് അറേഞ്ച്മെൻറ്റ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത് ഇൻ്റർ കണക്ഷൻ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. അതിലെ തന്നെ ബസ് ഇൻ്റർ കണക്ഷൻ ആണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. അപ്പോൾ ബസ്സിൻ്റെ വാട്ട് ഇസ് ബസ് ഇൻ്റർ കണക്ഷൻ എന്നും അതിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ കൺട്രോൾ ബസ്, ഡാറ്റ ബസ്, അഡ്രസ് ബസ്, അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് അതുപോലെ മൾട്ടിപ്പിൾ ബസ് ഹൈറാർക്കീസ് യൂസ് ചെയ്യുന്നത്, അതിലെ ട്രഡീഷണൽ ബസ് സിസ്റ്റവും ആൻഡ് ഹൈ സ്പീഡ് ബസ് സിസ്റ്റവും. ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബസ്സിൻ്റെ ടോപ്പിക്ക് നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. നമുക്കിനി എലമെൻറ്റ്സ് ഓഫ് ബസ് ഡിസൈൻ ഉണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടി പോവാണ്. അതുകൊണ്ട് ഞാൻ ഇതിപ്പം ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് കൂടാണ്ട് ഇനി അതിൻ്റെ ഒരു പാർട്ട് 2 കൂടെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് essay ക്വസ്റ്റ്യൻ എല്ലാം മിക്കവാറും എക്സാംസിനെല്ലാം ചോദിക്കുന്നതാണ് എലമെൻറ്റ്സ് ഓഫ് ബസ് ഡിസൈൻ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഞാനത് അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് മിസ് ചെയ്യാതെ ആ വീഡിയോ കാണണം, അതുപോലെ അത് പഠിക്കുകയും വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.